ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ബെൻസ് ML350 ഷോക്കപ്പ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് എയർ സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ ഷോക്കപ്പും ബലൂണായിട്ടാണ് വരുന്നത്. ബാക്ക് ഷോക്ക് വിത്ത് ബലൂണാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഷോക്കപ്പും രണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യണം. ബാക്കിൽ ഒരു ഷോക്കപ്പാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷം വരുന്ന കാലിബ്രേഷൻ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഷോക്കപ്പ് ഫ്രണ്ട് നമ്മൾ ആദ്യം അയക്കാൻ വിചാരിക്കുന്നത്. ഫ്രണ്ട് ഷോക്കപ്പ് അയക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിതിൻ്റെ എയർ കംപ്രസർ വരുന്നുണ്ട്. ഇതിന് ഈ ഷോക്ക് അബ്സോർബറിൻ്റെ ബലൂണിലേക്ക് എയർ കൊടുക്കുന്ന ഒരു കംപ്രസർ, അതിൻ്റെ ഫ്യൂസ് നമ്മൾ ഊരി മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ടയർമിൽ ഒന്നും ഊരേണ്ട ആവശ്യമില്ല. ആ ഫ്യൂസ് ഒന്ന് ഊരി വെച്ചാൽ മതി. ഈ ഷോക്കപ്പ് ആണിപ്പോൾ പറ്റ വീക്കാണ്. ലെഫ്റ്റ് സൈഡ് ഷോക്കപ്പാണ്. പറ്റ ബലൂണ് ലീക്കേജ് വന്നിട്ട് ചേഞ്ച് ചെയ്യാണ്. ഷോക്കപ്പ് ബലൂണ് സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യുക, പക്ഷേ ഇത് മൊത്തത്തിൽ അസംബ്ലി മാറ്റുക എന്നുള്ളൊരു പ്ലാനാണ്. ബലൂണ് മൊത്തമായിട്ട് മാറ്റുമ്പോൾ ബലൂണ് സെപ്പറേറ്റ് മാറ്റുമ്പോൾ അതിനൊരു ഗ്യാരൻറ്റിയും ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർ ഇത് അസംബ്ലി മാറ്റുക എന്നുള്ളൊരു പ്ലാനായി. അപ്പോൾ ആദ്യം നമ്മൾ അയച്ചെടുക്കാൻ അടിയിലെ ബോൾട്ട് അയച്ചെടുക്കുക. മൊത്തത്തിൽ ആമുകളൊന്നും അയച്ച് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഷോക്ക് അബ്സോർബറിൻ്റെ താഴെ വരുന്ന ബോൾട്ടും മറ്റേ ബാലൻസ് റാഡ്, നമ്മുടെ ലിങ്ക് റാഡ് ഒഴിവാക്കുക. അതിനോട് സംബന്ധമായിട്ടുള്ള ABSൻ്റെയും ബ്രേക്കിൻ്റെയൊക്കെ ABSൻ്റെ ലൈനും ബ്രേക്കിൻ്റെ ലൈനും കൊണ്ട് അതിൻ്റെ മുകളിൽ പ്ലസ് ചെയ്ത് തരണതാണ്. അത് ഒഴിവാക്കിയതിന് ശേഷം അപ്രാമിൻ്റെ മേൽഭാഗം പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഷോക്ക് ഒന്ന് താത്തി പിടിച്ച് ലോവർ ആമിൻ്റെ ആക്സിലിൻ്റെ ഇടയിൽ കൂടെ ഒരു ലിവർ കയറ്റി ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ലിവർ ഇട്ടിട്ട് ഷോക്ക് അബ്സോർബറിനെ ലോവർ ആമും വെച്ചിട്ട് മേലേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ ഷോക്ക് ഉള്ളിലേക്ക് വലിയുമ്പോൾ ആമ് ശകലം താന്ന് കഴിഞ്ഞാൽ ഈ ഷോക്കപ്പ് കൊണ്ട് പുറത്തേക്ക് ചാടിക്കുക. അതുപോലെ തന്നെ നൈസായിട്ട് നമുക്ക് പുതിയ സെറ്റ് ചെയ്യുകയും ചെയ്യാം. വലിയ റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണ്. എന്തായാലും ഇതാണ് നമ്മളെ ഷോക്ക്. ഇത് കമ്പനി ഫിറ്റ് ചെയ്ത ആ ഒരു ഒറിജിനൽ സാധനം തന്നെയാണ്. ഇത് ഒരുപാട് നിർത്തിയിട്ട് കേട് വന്നു പോയതാണ്. യൂസ് ചെയ്യാതെ അങ്ങനെ കേട് വന്നൊരു ബലൂണാണ്. നിർത്തിയിട്ട് ഒരു സൈഡിൽ എയർ ഔട്ടായിട്ട് അത് ഇങ്ങനെ താന്നിരുന്ന് അങ്ങനെ കേട് വന്നതാണ്. ഇപ്പോൾ പുതിയതാണ് നമ്മളെ പെട്ടി പൊട്ടിക്കുന്നത്. ഇത് ഫ്രണ്ട് ഷോക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ആദ്യം, റൈറ്റ് സൈഡാണ് ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. റിയറിൽ ഒന്നേ കംപ്ലൈൻ്റ് ഉള്ളൂ. റിയർ ലെഫ്റ്റ് സൈഡാണ് നമ്മളത് കംപ്ലൈൻ്റ്. അത് ലീക്കേജാണ്. അത് ഷോക്കപ്പ് ലീക്കാണ്, പക്ഷേ ബലൂണ് കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മളെ പുതിയ ഷോക്കപ്പ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഇത് 20 സംതിങ് വരുന്നുണ്ട്. നമുക്കിത് കിട്ടിയത് ഒരു 25-25ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് എമൗണ്ട് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ പഴയ ഷോക്കുമെന്ന് ഇതിൻ്റെ ഓരോ ഫിറ്റിങ്സ്, അതിൻ്റെ ബ്രേക്ക് ലൈന്, മറ്റേ
ABSൻ്റെ വയറൊക്കെ വരുന്ന ഒരു ബ്രാക്കറ്റ് തീരുമാനിക്ക് സെറ്റ് ചെയ്യാനുണ്ടാവും. അത് സെറ്റ് ചെയ്ത് ടാഗ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സെൻസർ വരുന്നുണ്ട് ഈ സോക്കപ്പുമ്മൽ. എയർ കൺട്രോൾ ചെയ്യാനും അതിൻ്റെയൊക്കെ ഒരു സെൻസർ വരുന്നുണ്ട്. അതിൻ്റെ വയറും കാര്യങ്ങളും ഉണ്ടാവും കൊടുക്കാനും. പിന്നെ പ്രത്യേകിച്ച് സാധാ ഊരി എടുത്ത പോലെ തന്നെ സെറ്റ് ചെയ്യുക, അത്ര തന്നെ. അപ്പറാമ് അതേപോലെ ലിങ്ക് റോഡും കുടുക്കിയതിന് ശേഷം എല്ലാ ബോൾട്ടും ടൈറ്റ് ആക്കുക. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡ് ലോക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പുതിയത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബോക്സ് തുറന്ന് നമ്മൾ പുതിയ ഷോക്കപ്പ് പുറത്തെടുത്തിന്. ഇതാണ് ലാസ്റ്റ് ഷോക്കപ്പ്. റൈറ്റ് സൈഡ് ഷോക്കപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വീലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റിയർ നമുക്ക് അയക്കാനുണ്ട്. റിയർ ലെഫ്റ്റ് സൈഡ് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. സെപ്പറേറ്റ് ബലൂൺ വരുന്ന കാരണം നമുക്ക് ബലൂണിൽ എയർ ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല. റൈറ്റ് സൈഡ് അവസാന ഘട്ട ടൈറ്റിങ്ങിലാണ്. ഷോക്ക് അബ്സോർബർ ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി അവസാന ഘട്ട ടൈറ്റിങ്ങിലാണ്. ഫ്രണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിയർ ഷോക്കപ്പ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ റിയർ ഷോക്കപ്പ്. റിയർ ഷോക്കപ്പ് നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. കുറേ ആയിട്ട് ഇത് ലീക്കേജായി കിടക്കുകയാണ്. പിന്നെ റിയറിൽ നിന്ന് നല്ലൊരു സൗണ്ടും വരുന്നുണ്ട്. അല്ല അത്യാവശ്യം ഒരു കുയ്യൊക്കെ ചാടുമ്പോഴും എടുത്തിടുമ്പോഴും ലോഡിലൊക്കെ നല്ല സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുഷും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഷോക്കപ്പ് തന്നെയാണെന്ന് കൺഫേമായി. ഷോക്കപ്പിൻ്റെ 2 ബോൾട്ട് ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഉള്ളിൽ നിന്ന് ഡിക്കി തുറന്ന് ഉള്ളിൽ നിന്നാണ് വരുന്നത്. നെറ്റാണ് വരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഭാഗങ്ങളിൽ കുറേ സംഗതികൾ ഉണ്ടാക്കുക, അയച്ചെടുക്കാൻ. ഇതാണ് റിയർ ഷോക്കപ്പ്. അതിൻ്റെ പെട്ടിയിൽ നിന്ന് നമ്മൾ സാധനം പുറത്തേക്ക് എടുക്കാൻ പോകുന്നു. സാധനം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, കുഴപ്പമില്ലാത്ത സാധനമാണ്.
ഇത് 15 സംതിങ് വരുന്നുണ്ട് ഈ ഒരു റിയർ ഷോക്കപ്പിന്. റിയർ ഒന്നേ നമ്മൾ ചേഞ്ച് ചെയ്യണുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഗ്ലൗ ഉണ്ട് കമ്പനി കൊടുക്കുന്നു. ഇതാണ് നമ്മളെ റിയർ ഷോക്കപ്പ്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. ഉള്ളിക്കാണ്ട് കൊണ്ടുപോയി റിയർ ഷോക്കപ്പ് സെറ്റ് ചെയ്ത് അതിൻ്റെ സെൻസറിൻ്റെ വയർ നമ്മൾ കപ്ലറൊക്കെ കുത്തി നമ്മൾ ഊരിയെടുത്തിരുന്ന ആ ഫ്യൂസ് നമ്മുടെ അതേ പൊസിഷനിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൽ നമ്മൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ വീലിലേക്കുള്ള എയർ നമുക്ക് കംപ്രസറിലൂടെ കൊടുക്കാൻ പറ്റും. അത് ലെഫ്റ്റ് റൈറ്റ് തിരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കാനറിൽ തന്നെ കാണിക്കും. എല്ലാ ഭാഗവും ക്ലിയർ ആയതിന് ശേഷം ഓട്ടോ കാലിബ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വീലിലും ഓട്ടോമാറ്റിക്കലി എയർ കയറി സെറ്റാവലാണ്. അതിന് മിനിമം ഒരു 10-15 മിനിറ്റ് എടുക്കും. നമ്മളത് ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ സെറ്റായി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റായി വരും. അപ്പോൾ ഇത് ഓട്ടോയിൽ നമ്മളത് കാണിക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തുന്നും താവണതൊക്കെ കാണാം. എന്തായാലും ഇപ്പോൾ സ്കാനർ വെച്ചിട്ടാണ് എയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് അത് എയർ ഫില്ലാവും, ഇത് കറക്റ്റ് ആവില്ല. കാലിബ്രേറ്റ് കറക്റ്റ് ആവാതെ ബലൂൺ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ കാലിബ്രേറ്റിലിട്ടിട്ട് എന്തായാലും ഇത് സ്കാനർ ഉപയോഗിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ സെറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഓയിലിൽ എയർ അടിച്ച് നോക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഓട്ടോയിലിടും. എല്ലാ ഭാഗം കറക്റ്റാണ്. നമ്മൾ ഓട്ടോയിലിട്ടിട്ട് ഓട്ടോ കാലിബ്രേറ്റിലിട്ടിട്ട് നമ്മൾ ഇത് സെറ്റാക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.